السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه ينيب. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ ഇരുത്തം നമ്മളിൽ നിന്ന് പരിപൂർണമായ രീതിയിൽ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഖുർആനിന്റെ ആൾക്കാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിലുള്ള ക്ലാസ്സിൽ വമിനൻ നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫ്, മനുഷ്യരിൽ ചില ആളുകളുണ്ട്, അവർ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നു. എങ്ങനെ? അലാ ഹർഫ്. ഹർഫിന്റെ അർത്ഥം എന്താ നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച? ഹർഫിന്റെ അർത്ഥം എന്താ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച? ഇങ്ങനെ കാണിച്ചു, അപ്പുറത്ത് ഇങ്ങനെ കാണിച്ചത്. നിങ്ങളെ അഭിപ്രായം എന്താ? അറ്റം അല്ലെ, ഒരറ്റം, ഓരത്ത് അല്ലെ. എന്തായിരുന്നു അവരുടെ പ്രശ്നം? അവർക്ക് എന്തെങ്കിലും ഖൈർ കടന്നു വന്നാൽ അവരെന്താകും? നല്ല രൂപത്തിൽ അങ്ങ് പോകും. എന്തെങ്കിലും പരീക്ഷണം കടന്നു വന്നോ പിന്നെ അവരുടെ അവസ്ഥ എന്തായിട്ടുണ്ടാവും? തകിടം മറിഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ മുന്നോട്ട് പോവാന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. എന്നാൽ കുറച്ച് ശരീരം അനക്കണം, കുറച്ച് സമ്പത്ത് ചെലവാക്കണം, അങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോ അവരെന്താകും? ആകെ അല്ലെ. ഇൻഖലബ അലാ വജ്ഹിഹി. ഇൻഖലബ എന്ന് പറഞ്ഞാ എന്താ? ഇൻഖലബ എന്ന് പറഞ്ഞാ എന്താ? എന്താ? വീണു പോകും. എങ്ങനെ വീണു പോവുക? അലാ വജ്ഹിഹി. വജ്ഹ് മുഖം അല്ലെ. മുഖം കുത്തിയിട്ട് എന്ത് ചെയ്തു? അവര് വീണു പോകും. അവര് വീണു പോകുന്ന ഏതിലേക്കാണ്? അള്ളാഹുവിനെ അല്ലാതെ മറ്റു പലതിനെയും ആരാധിക്കുന്നതിലേക്കാണ് അല്ലെ. പിന്നെ അവര് പ്രാർത്ഥിക്കുന്നു, അവർക്കൊരു മൻഫഅത്തും ഒരു ഉപകാരവും ചെയ്യാത്തതിനു വേണ്ടി എന്ത് ചെയ്യുന്നു? അവര് കഷ്ടപ്പെടുന്നു എന്ന് വരെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ചു. ആമുഖമായി എനിക്ക് ക്ലാസ്സിൽ പറയാനുള്ള ഒരു വിഷയം, നമ്മൾ പലപ്പോഴും ഇന്നിപ്പോ നമ്മുടെ ക്ലാസ് പരിശോധിക്കുകയാണെങ്കിൽ ഇത് 5ാമത്തെ ക്ലാസ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ 5ാമത്തെ ക്ലാസ്സിൽ ഇരിക്കുന്ന നമ്മൾക്ക് ഒരു ചിന്ത പോയാൽ, കഴിഞ്ഞ 4 ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഇത്ര ക്ലാസ്സുകളിൽ പങ്കെടുത്തു, എന്നാൽ നമ്മൾ പരാജയപ്പെടുന്ന ഒരു വിഷയം, ജീവിതത്തിൽ ചില കാര്യങ്ങൾ അസർ ചെയ്യാത്തത് പോലെ നമുക്ക് തോന്നുന്നുണ്ട് അല്ലെ. കേൾക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, മനസ്സിലാകുന്നുണ്ട്, അർത്ഥം ചോദിക്കുമ്പോൾ കിട്ടുന്നുണ്ട്, എന്നാൽ ഒരു അസർ ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടാണ്? അതിനൊരു ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇന്ന് ഈ ഖുർആൻ ക്ലാസ്സിൽ ഇരിക്കുന്ന നമ്മൾ അല്ലെ, നമ്മളെല്ലാവരും, എടുക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും, എല്ലാ വിചാരങ്ങളും അങ്ങ് വിട്ടു നിൽക്കുക. എങ്ങനെ? നമ്മൾ പലതും അല്ലേ. ഇപ്പൊ എൻ്റെ പേര് മുഹ്സിനാണ്, ഓരോരാൾക്കും ഓരോ പേരുണ്ട് അല്ലെ. ഞാൻ ഈ വാപ്പാന്റെയും ഈ ഉമ്മാന്റെയും മോനാണ്, ഞാൻ ഈ വീട്ടിലാണ്, എൻ്റെ തറവാട് ഇതാണ്, എൻ്റെ ജോലി അതാണ്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്, അങ്ങനെ പലതും ഉണ്ടാവും അല്ലെ. ഇന്ന് ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന ഈ സമയം എല്ലാത്തിൽ നിന്നും നമ്മൾ പുറത്തു പോവാണ്. അവസാനം അള്ളാഹുവിന്റെ അടിമ ഉണ്ടല്ലോ അല്ലെ, അള്ളാഹുവിന്റെ അടിമ, അബ്ദ്, വെറും ഞാൻ അള്ളാഹുവിന്റെ ഒരു അടിമ മാത്രമാണ് എന്നുള്ള ചിന്തയിൽ ഈ ക്ലാസ് മുഴുവനും കേൾക്കാൻ കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് ഈ ക്ലാസ് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അസർ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയും. ഒരു കാര്യം ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് ഒരു റിസൾട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? കാണാൻ കഴിയും ഇൻഷാ അള്ളാഹ്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇന്ന് എടുക്കേണ്ട ആയത്തുകൾ നമുക്ക് പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن
ഇന്നല്ലാഹ യുദ്ഖിലുൽ ലദീന ആമനൂ وعملوا الصالحات جنات تجري من تحتها الأنهار إن الله يفعل ما يريد من كان يظن أن لن ينصره الله في الدنيا والآخرة فليمدد بسبب إلى السماء ثم ليقطع فلينظر هل يذهبن كيده ما يغيظ وكذلك أنزلناه آيات بينات وأن الله يهدي من يريد. 14, 15, 16 ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്തു. ഇനി ഒന്നാമത്തെ ആയത്ത് നമുക്ക് പരിശോധിക്കാം. ഇന്നല്ലാഹ, ഇന്ന തീർച്ചയായും, അല്ലെ, നിശ്ചയമായും ഉറപ്പിച്ച് പറയണ ഒരു കാര്യം, ഉറപ്പിച്ച് പറയാൻ നമ്മൾ കൊടുക്കുന്നവർക്ക് ഉറപ്പാണോ? നമ്മളിപ്പോ കുറെ ആളുകൾക്ക് ഉറപ്പ് കൊടുക്കില്ലേ, എടാ എന്തായാലും ഞാൻ എത്തും, നമ്മൾ എത്തൂല. എന്തായാലും ഞാൻ ചെയ്യും, നമ്മൾ ചെയ്യൂല. എന്തായാലും ഞാൻ പോകും, നമ്മൾ പോകൂല. എന്നാൽ നമ്മളെപ്പോലെ ആണോ ഈ പറയുന്നത്? അല്ല. ഇതെന്താണ്? തീർച്ചയായിട്ടുള്ള കാര്യമാണ്. ഇന്ന, നിശ്ചയമായും. എന്താ നിശ്ചയമായും? അല്ലാഹ്, ഇന്നല്ലാഹ, അല്ലാഹു, അല്ലെ? ആരാണ് അല്ലാഹു? ആരാണ് അല്ലാഹു? നമുക്കറിയാലല്ലേ, ഓരോരുത്തർക്കല്ലേ നമുക്കറിയാം നമ്മുടെ റബ്ബിനെ. അല്ലാഹു, ഇന്നല്ലാഹ, നിശ്ചയമായിട്ടും അല്ലാഹു. അല്ലാഹു എന്നെ പറയാൻ, നിശ്ചയമായിട്ടും അല്ലാഹു യുദ്ഖിലു. യുദ്ഖിലു എന്ന് പറഞ്ഞാൽ, ദഖല എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ദഖല കുറെ കേട്ടിട്ടുണ്ടാവും. ദഖല പ്രവേശിച്ചു കഴിഞ്ഞതാണ്, അല്ലെ? യുദ്ഖിലു എന്ന് പറഞ്ഞാൽ പ്രവേശിപ്പിക്കുന്നു. എന്താണ്? പ്രവേശിപ്പിക്കുന്നു. പ്രവേശിക്കുന്നു എന്നല്ല, പ്രവേശിപ്പിക്കുന്നു. എന്താ അള്ളാഹു പ്രവേശിപ്പിക്കുന്നത്? ആരെയാണ് പ്രവേശിപ്പിക്കുന്നത്? അല്ലെ, വെറുതെ ഒന്ന് പ്രവേശിക്കോ? എന്തെങ്കിലും ഒന്ന് വേണം. അല്ലദീന, ഒരു കൂട്ടർ. ആരാണ് ആ കൂട്ടർ? ആമനു, അവര്. ഒന്നാമത്തെ ആ കൂട്ടർ ആരാണ്? ആമനു, അവര് വിശ്വസിക്കുന്നവരാണ്, അവര് ഈമാനുള്ള ആളുകളാണെന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ ആലോചിക്കേണ്ടത്, ഈ ദുനിയാവിൽ നമുക്ക് ഭയങ്കര വിശ്വാസമുള്ള ഒരാളില്ലേ? ദുനിയാവിൽ നമ്മുടെ മുന്നോട്ട് പോക്കിൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിശ്വാസമുള്ള കുറച്ച് ആളുകളെ നമ്മൾ പറയാറില്ലേ, വിശ്വസിച്ച് അങ്ങ് കേൾപ്പിക്കാൻ ഓ മാത്രമേ ഉള്ളൂ. വിശ്വാസമുള്ള ആളുകൾ എന്താണ് യഥാർത്ഥത്തിൽ? ആ ഒരു നമ്മുടെ ഈ ദുനിയാവിയായ നമ്മൾ വിശ്വസിക്കുന്ന ആ ആളിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? അവനെ ഏൽപ്പിക്കും. മറ്റൊന്ന്, അവനോട് നമ്മൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. രണ്ട് കാര്യങ്ങളാണ്. നമ്മൾ വിശ്വസിക്കുന്ന ആളുകളിൽ നമ്മൾ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ, അവനിൽ നമ്മൾ കാര്യങ്ങൾ ഏൽപ്പിക്കും. രണ്ടാമത്തേത്, അവനോട് നമ്മൾ നമ്മളുടെ എല്ലാ കാര്യങ്ങളും പറയും. ശ്രദ്ധിക്കണേ. പിന്നെ അല്ലാഹു പറയാണ്, വാമിലുസ്സാലിഹാത്ത്. പിന്നെന്താ അവന്റെ ക്വാളിറ്റി? വാമിലു, അവൻ അമൽ ചെയ്യും, പ്രവർത്തിക്കും.
എങ്ങനെ പ്രവർത്തിക്കും? അസ്സാലിഹാത്ത്, സൽക്കർമ്മം അല്ലെ. അവന്റെ അമലുകൾ എന്താണ്? സാലിഹായ അമലുകളാണ്. ഒരു കൂട്ടരാണ് അല്ലദീന, ഒരു കൂട്ടർ, ആമനു അവർ വിശ്വസിക്കും, വഅമിലു സ്സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കും. വെറുതെ ചെയ്യല്ല അല്ലെ. ഈ ദുനിയാവിലാകട്ടെ നമ്മൾ സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? നമ്മളെ കാണിക്കാൻ, നമ്മളെ പൊലിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നവർ നമുക്ക് ഇഷ്ടമാണോ? അല്ല അല്ലെ. മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾക്ക് വേണ്ടി നമ്മൾ നന്നാകണമെന്ന് ആഗ്രഹിച്ച് നമ്മളോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ ചെയ്യുന്ന ആളുകളില്ലേ. ഇനി ദുനിയാവുമായി നമ്മൾ ആ വിഷയം കണക്ട് ചെയ്തു. ഇനി നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ഇന്നല്ലാഹ എന്ന് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞ അള്ളാഹു അല്ലെ, ആ അള്ളാഹുവിലേക്ക് നമ്മൾ ഒന്ന് കണക്ട് ചെയ്യണം. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അള്ളാഹുവിൽ പൂർണ്ണമായി വിശ്വാസം ഏൽപ്പിക്കാൻ വിശ്വാസികളായ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ അള്ളാഹുവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന വിശ്വാസികളാണ് നമ്മൾ എന്നുണ്ടെങ്കിൽ, സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ എല്ലാം ആ റബ്ബിൽ നമ്മൾ ഏൽപ്പിക്കും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? തവക്കുൽ എന്ന് പറയുന്നത്. വിശ്വാസികളുടെ ഗുണമാണ് തവക്കുൽ എന്ന് പറയുന്നത്. നമ്മൾ പറയാണ്, ഞാൻ പടച്ചോനിൽ വിശ്വസിക്കുന്നു, പടച്ചോൻ എന്നെ രക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്നു, പടച്ചോനാണ് എന്റെ എല്ലാ കാര്യവും ചെയ്തു തരുന്നതെന്നൊക്കെ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു. എന്നാൽ ആ വിശ്വസിക്കുന്ന ഒരാൾ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യങ്ങൾ ഏൽപ്പിക്കും. നമ്മൾ പലതും ഏൽപ്പിക്കാറില്ല. നമ്മുടെ തലയിൽ ഇങ്ങനെ കൊണ്ടു നടക്കാൻ അല്ലെ. എൻ്റെ ആരോഗ്യം എന്താകും, എൻ്റെ ശരീരം എന്താകും, എൻ്റെ ജോലി എന്താകും, എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, എൻ്റെ കുടുംബം എന്താകും, എൻ്റെ വീടെന്താകും, അങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ നമ്മൾ പേറി നടക്കുന്നു. ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആരിൽ ഏൽപ്പിക്കും? അള്ളാഹുവിൽ ഏൽപ്പിക്കും. എപ്പോൾ? അവൻ അള്ളാഹുവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന സമയത്ത്. പിന്നെ പറയുന്നതാണ് വഅമിലുസ്സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ അവൻ പ്രവർത്തിക്കും. വെറും കർമ്മങ്ങളല്ല, മറിച്ച് സൽക്കർമ്മങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മൾ ഇത് കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഗൗരവമുള്ള ഒരു വിഷയത്തെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ചില ആളുകൾ നാളെ അവർ കടന്നു വരും ഉഹുദ് മലയോളം അമലുകളുമായി. എത്ര? ഉഹുദ് മലയോളം അമലുകൾ. ഉഹുദ് മല കണ്ട ആളുകൾക്ക് അറിയാം അതിന്റെ വലിപ്പം എത്രയാണ്. ഉഹുദ് മലയോളം അമലുകളുമായിട്ട് ചില ആളുകൾ കടന്നു വരും. എന്നാലോ അവരുടെ ഒരു അമലും അള്ളാഹു സ്വീകരിക്കൂല. ഇത് ഏതോ ഒരാളുകളെ പറ്റി പടച്ചോൻ അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞതല്ല. അതിൽ നമ്മൾ ഉണ്ടാകുമെന്ന് നമ്മൾ ചിന്തിക്കണം. ഇന്ന് നമ്മൾ എണ്ണുമ്പോ, നമ്മളിൽ നോക്കുമ്പോ കുറെ അമലുകളുടെ ലിസ്റ്റുകൾ നമ്മൾ കാണുന്നുണ്ട്. നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, സകാത്ത് ഉണ്ട്, ഹജ്ജ് ഉണ്ട്, ഉംറയുണ്ട്, സദഖയുണ്ട് എന്ന് തുടങ്ങി പല കാര്യങ്ങളും നമ്മുടെ കാര്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. ഖുർആൻ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്, ഹദീസ് പഠിക്കുന്നുണ്ട്, ഖുർആൻ പഠിക്കുന്നുണ്ട്, അത് മനപ്പാടാക്കുന്നുണ്ട്, അത് ബാക്കിയുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് തുടങ്ങി കുറേ ലിസ്റ്റ് നമ്മൾ ഇങ്ങനെ ഇടുമ്പോ നമ്മൾ ആലോചിക്കേണ്ടത്, ഞാൻ എന്നൊരു വ്യക്തി നാളെ അള്ളാഹുവിന്റെ മുന്നിൽ എത്തുമ്പോ കുറേ അമലുകളുമായിട്ടാണ് പോകുന്നത്. എന്നാൽ ഒരു അമലും ഉപയോഗപ്പെടുന്നില്ല, ഉപകാരമില്ലാത്ത അമലുകൾ നാളെ ഉണ്ടാകുന്ന ഒരവസ്ഥ എത്ര ദയനീയമാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നമ്മുടെ ക്ലാസ്സിൽ അസർ ഉണ്ടാകണമെങ്കിൽ എന്തൊക്കെയോ ആണ് എന്നുള്ള ചിന്ത ഒക്കെ മാറ്റിവെച്ച് നമ്മൾ ക്ലാസ്സുകളിൽ ഇരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഒന്നുമല്ല, ഞാൻ എൻ്റെ റബ്ബ് എന്നെ നോക്കുമ്പോ അള്ളാഹുവിന് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന സ്വർഗം എന്ന് പറയുന്ന ഒരു ഏറ്റവും വലിയ ലക്ഷ്യത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഒരാളായിട്ടാണോ അള്ളാഹുവിന് നമ്മളെ കാണാൻ കഴിയുക? അല്ല, ദുനിയാവിന്റെ കുറെ കാര്യങ്ങൾ എങ്ങനെ സുഖപ്പെടുത്തി മുന്നോട്ട് പോകണം എന്ന് ആലോചിക്കുന്ന ഒരാളെയാണോ കാണാൻ കഴിയുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്. ഓരോ ഉമ്മത്തുകൾക്കും ഓരോ പരീക്ഷണങ്ങൾ നൽകി. എന്റെ ഉമ്മത്തിന് നൽകിയ പരീക്ഷണം മാലുൻ, ധനമാണ്, പണത്തോടുള്ള ആർത്തിയാണ്. ആ പൈസ ഉണ്ടാക്കാനുള്ള എന്താ പറയാ, ഒരു ത്വര എന്ന് പറയുമല്ലോ, അതാണ്
എൻ്റെ ഉമ്മത്തിന്റെ പരീക്ഷണം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം, ജീവിതത്തിന്റെ ലക്ഷ്യങ്ങൾ മറന്നു പോകുന്നവരാണോ നമ്മൾ എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലാഹ യുദ്ഖിലു, നിശ്ചയമായും അല്ലാഹു പ്രവേശിപ്പിക്കുന്നു, ഒരു സംശയവുമില്ല. ആരെ? ഒരു കൂട്ടരെ. ഏതാണ് ആ കൂട്ടർ? ആമനു, അവർ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, ഈമാനുള്ളവരാണ്. വഅമിലുസ് സാലിഹാത്ത്, സാലിഹായ അമലുകൾ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരാണ് അവർ. എവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പ്രവേശിപ്പിക്കുന്നത്? ജന്നാത്തി തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, ജന്നാത്തിൻ, ലെ, സ്വർഗങ്ങളിൽ, സ്വർഗത്തിൽ. എങ്ങനെയുള്ള? തജ്രി, ഒഴുകിക്കൊണ്ടിരിക്കുന്നു, മിൻ തഹ്തിഹൽ അൻഹാർ, ആ സ്വർഗത്തിന്റെ അടിഭാഗത്തോടുകൂടി എന്തൊഴുകുന്നു? അൻഹാർ, നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എന്തൊക്കെ തരം നദികളുണ്ട്? മസലുൽ ജന്നത്തില്ലതി വഇദൽ മുത്തഖൂൻ ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ വഅൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമു വഅൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശ്ശാരിബീൻ വഅൻഹാറും മിൻ അസലിൻ മുസഫ്ഫാ, ശുദ്ധമായ ജലത്തിൻ്റെതുണ്ട്, പിന്നെയോ തേനിൻ്റെതുണ്ട്, പിന്നെയോ പാലിൻ്റെതുണ്ട്, പിന്നെയോ മദ്യത്തിൻ്റെതുണ്ട്. അതൊക്കെ അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണത് സ്വർഗത്തിൽ അള്ളാഹു സജ്ജീകരിച്ചിരിക്കുന്നത്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ സ്വർഗത്തെ പറ്റി വിവരിക്കുന്ന ഇടങ്ങളിലൊക്കെ നമ്മൾ കാണാറില്ലേ ഇത്? ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ അല്ലേ? കുറേ ഖുർആനിൽ ഇഷ്ടം പോലെ ഭാഗങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ ഇത് കാണാറുണ്ട്. എങ്ങനെയാണ് സ്വർഗത്തിലൂടെ അത് ഒഴുകുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് പുഴകൾ ഒഴുകാറുള്ളത്? ഭൂമിയിൽ ഒരു വിള്ളലുണ്ടായി, അതിലൂടെയാണ് എന്ത് ചെയ്യുക? പുഴകൾ ഒഴുകുക, അല്ലെ? നമ്മുടെ നടക്കുന്ന ഇതാണ്. അതിന്റെ അടിയിൽ എന്താ? രണ്ട് വിള്ളലുണ്ടായി, അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? പുഴകൾ സഞ്ചരിക്കുന്നത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സ്വർഗത്തിലുള്ള പുഴകൾ സ്വർഗത്തിന്റെ മുകളിലൂടെ സഞ്ചരിക്കുന്നു. എങ്ങനെ? സ്വർഗത്തിന്റെ മുകളിലൂടെ സഞ്ചരിക്കുന്നു. അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാവും, മുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ രണ്ടറ്റം വേണമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, രണ്ടറ്റങ്ങളുണ്ട്. ആ രണ്ട് കെട്ടുകൾക്കും അറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തും പവിഴവും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. രണ്ട് ഘടകങ്ങളുണ്ട് അതിനെ. പക്ഷെ അത് ഉണ്ടാക്കിയത് കല്ലുകൊണ്ടല്ല, മറിച്ച് മുത്തുകൊണ്ടും പവിഴങ്ങൾ കൊണ്ടുമാണ്. അങ്ങനെ സഞ്ചരിക്കുന്ന പുഴകളാണ്. പിന്നെ ഇതിന്റെ എവിടുന്നാണ് ഇത് പൊട്ടിയൊലിക്കുന്നത്? സ്വർഗത്തിലുള്ള നദികൾ എവിടുന്ന് പൊട്ടിയൊലിക്കുന്നല്ലേ? ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് വേണമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു, സ്വർഗത്തിന് 100 ദറജകളുണ്ട്. എത്ര? 100 ദറജകൾ, അല്ലെ? ഒരു ദറജയിൽ നിന്ന് മറ്റൊരു ദറജയിലേക്കുള്ള ദൂരം ചെറുതൊന്നുമല്ല. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നുണ്ട്. എത്രയാണെന്ന് വെച്ചാൽ, ഏറ്റവും മുകളിലുള്ള ദറജയിൽ നിന്ന് താഴേക്ക് ഒരാൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ താഴെയുള്ള ദറജയിൽ നിന്ന് മുകളിലുള്ള ദറജയിലേക്ക് നോക്കുമ്പോൾ, ഈ ദുനിയാവിൽ നമ്മൾ ആകാശ ലോകത്തുള്ള നക്ഷത്രങ്ങൾ കാണുന്നുണ്ടല്ലോ, എത്ര ചെറുതായിട്ടാ കാണുന്നില്ലേ? എത്ര ചെറുതായിട്ടാ കാണുന്നത്? അതുപോലെയാണ് ആ ദറജയുടെ വലുപ്പം, ആകാശ ഭൂമികളുടെ വലുപ്പം. റസൂലുള്ളാഹി പിന്നെയും വിശദീകരിക്കുന്നുണ്ട്, അബൂബക്കറും ഉമറും ഒക്കെ അങ്ങനെയാണ് ഉണ്ടാകുക, ഇത്രയും വലിയ ദറജയിൽ. ഏതാണ് ആ ദറജ? ജന്നാത്തുൽ ഫിർദൗസ്, അല്ലേ? അതാണ് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യൽ, ജന്നാത്തുൽ ഫിർദൗസി നുസുല. ജന്നാത്തുൽ ഫിർദൗസിന് വേണ്ടി ചോദിക്കാനാ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു. ഏറ്റവും വലിയ ദറജ ഏതാണ്? ജന്നാത്തുൽ ഫിർദൗസ് ആണ്. ആ ജന്നാത്തുൽ ഫിർദൗസിൽ നിന്നാണ് സ്വർഗത്തിലുള്ള എല്ലാ പുഴകളും പൊട്ടി ഒലിക്കുന്നത്, അല്ലെ? പൊട്ടി വരുന്നത് ഏറ്റവും മുകളിലുള്ള ദറജയിൽ നിന്നാണ്. പിന്നെ അതിലുള്ള ഒരു ചോദ്യം, എന്താണ് ഈ മുകളിലൂടെ ഒഴുകുന്നതിനുള്ള ഒരു കാരണം, അല്ലെ? സ്വർഗത്തിന്റെ മുകളിലൂടെ പുഴകൾ ഒഴുകുന്നു പറഞ്ഞല്ലോ. അതിന്റെ കാരണം എന്താണ്? നമ്മൾ നമ്മളുടെ വീടുകളിലായിരിക്കും ഉണ്ടാകുക, അല്ലെ? അവിടെ നമുക്ക് വീടുകളുണ്ട്, അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുടുംബങ്ങളുണ്ട്. ആ വീടുകളിൽ നമുക്ക് കഴിയുമ്പോൾ നമുക്ക് തോന്നും, പുഴയിൽ നിന്ന് എന്ത് ചെയ്യണം? കുറച്ച് പാല് കുടിക്കണം, കുറച്ച് തേൻ കുടിക്കണം എന്ന് തോന്നുമ്പോ സ്വർഗത്തിന്റെ മുകളിലൂടെ ഒഴുകുകയാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ആ പുഴ എന്ത് ചെയ്യും?
നമ്മുടെ വീടുകളിലേക്ക് ഒഴുകി വന്നെത്തും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്നു. ഇന്ന് ഈ ലോകത്ത് അനുഭവിക്കുന്ന ഏറ്റവും വലിയ സുഖവും സ്വർഗത്തിലെ 1% പോയില്ലേ. എത്രയോ പോയിന്റ്. ഇത്തിരി കാര്യം പറഞ്ഞാൽ പോലും എന്ത് ചെയ്യാൻ കഴിയില്ല. നമുക്ക് ഈ ദുനിയാവ് അത്രയും നിസാരമാണ് എന്ന് മനസ്സിലാക്കാൻ അത് മാത്രം നമ്മളെ സംബന്ധിച്ചിടത്തോളം മതി. അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹു യുദ്ഖിലു, നിശ്ചയമായും അള്ളാഹു നിങ്ങളെ പ്രവേശിപ്പിക്കുന്നു. എന്തായാൽ അല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, സാലിഹായ അമലുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ടാകണം? നമ്മളിൽ ഉണ്ടാകണം. അമലുകൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേവലാതികൾ നമ്മൾ ഒഴിവാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് കുറച്ച് ആളുകൾ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുർആൻ പഠിക്കാൻ കുറച്ച് ഹാഫിളുകൾ വേണം. ഖുർആൻ പഠിക്കാൻ ഹാഫിളുകൾ വേണം. കൂട്ടിട്ട് കൊണ്ടുപോയി. അവസാനം എന്തായത്? അവരെ കൊന്നുകളഞ്ഞു. കൊന്നുകളയുന്ന സമയത്ത് സഹാബാക്കൾ പറയുന്നതിനെ പറ്റി ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു സഹാബി പറയുന്നത് തൃപ്തിപ്പെട്ടു എന്നാണ്. വേണമെങ്കിൽ എന്തൊക്കെ പറയല്ലേ, മരണത്തിന്റെ വെപ്രാളത്തിൽ നമ്മളെ പറ്റിച്ചു നബിയെ, ഇവരെ നമ്മളെ പറ്റിച്ചു, ഇവർക്ക് ഇവിടെ ശിക്ഷ കൊടുക്കണം. ഒന്നുമില്ല. എന്തുകൊണ്ടാണ്? അവര് ജീവിതത്തിൽ എന്ത് അമല് ചെയ്തപ്പോഴും സാലിഹായ അമലുകളാക്കാൻ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കഴിഞ്ഞു. നമ്മൾ ചെയ്യുന്ന അമലുകൾ സാലിഹായ അമലുകളാണോ, അങ്ങനെ ആക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം. അതിനുശേഷം അവസാനം അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ, നിശ്ചയമായും അള്ളാഹു, യഫ്അലു, അവൻ പ്രവർത്തിക്കും, യഫ്അലു, അവൻ പ്രവർത്തിക്കും, മാ യുരീദ്, മാ യുരീദ്, അവൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്തുമാകട്ടെ അത് അള്ളാഹു എന്ത് ചെയ്യും? പ്രവർത്തിക്കുക തന്നെ ചെയ്യും. 2 പ്രാവശ്യം അള്ളാഹു പറയാ, നിശ്ചയമായിട്ടും അള്ളാഹു അല്ലെ. ഇന്നല്ലാഹ എന്ന് ഇവിടെയും പറഞ്ഞു, ഇവിടെയും പിന്നെ എന്ത് ചെയ്തു? ഇന്നല്ലാഹ എന്ന് പറഞ്ഞു. പടച്ചവൻ എന്ത് ചെയ്യാൻ കഴിയും? എല്ലാം ചെയ്യാൻ കഴിയുന്നവനെ. നമ്മൾ എന്തേ ചെയ്യേണ്ടുള്ളൂ? ആമനു വഅമിലുസ് സാലിഹാത്ത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി അടുത്ത ആയത്തിലേക്ക് പോകാം. ഒന്നത് പാരായണം ചെയ്തതിനു ശേഷം അതിന്റെ അർത്ഥം പറയാം. മാ കാന യظن അൻ ലൻ യൻസുറഹുല്ലാഹ് ഫിദ്ദുനിയാ വൽ ആഖിറ فليمدد بسبب إلى السماء ثم ليقطع فلينظر هل يذهبن كيده ما يغيظ മൻ കാന, ആരെങ്കിലും ആയാൽ, യളുന്നു അല്ലെ, യളുന്നു വിചാരിക്കുന്ന അല്ലെ, എന്താകുന്നത്? വിചാരിക്കുന്ന. എന്താണ് അയാൾ വിചാരിക്കുന്നത്? അൻ ലൻ യൻസുറഹു, അൻ ലൻ അല്ലെ, ലൻ യൻസുറഹു. നസ്ർ എന്ന് പറഞ്ഞാൽ എന്താ? നസ്റ സഹായമാണല്ലേ. അൻ ലൻ യൻസുറഹു, സഹായിക്കുന്നതേ ഇല്ല എന്ന്. ലൻ യൻസുറഹു എന്ന് പറഞ്ഞാൽ എന്താ? ഈ സഹായിക്കുന്നേ ഇല്ല എന്ന്. ആര്? അതാണ് വിഷയം. അല്ലാഹ്. അതായത് അള്ളാഹു സഹായിക്കുന്നതേ ഇല്ല എന്ന് ഒരാൾ കരുതുകയാണെങ്കിൽ, ഇതിൽ പണ്ഡിതന്മാര് 2 അഭിപ്രായങ്ങളാണ് ഈ വിഷയത്തിൽ പറയുന്നത്. ഇതിന്റെ വിശദീകരണത്തിൽ 2 അഭിപ്രായങ്ങൾ കാണാം. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്? മക്കാ മുശ്രിക്കുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പറഞ്ഞു കൊടുക്കുമ്പോ ഇന്ന് നമ്മൾ കേട്ട പോലെയാണോ മക്കാ മുശ്രിക്കുകൾ കേൾക്കുക? ഇല്ലല്ലേ. അവരുടെ ഹാല് മാറും. അവര് തിരിച്ചെന്തൊക്കെയോ പറയും, പലതും പറയുന്നുമുണ്ട്.
അപ്പൊ അള്ളാഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സഹായിക്കുന്നില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എങ്കിൽ ശ്രദ്ധിക്കണേ, മൻ കാന യദുന്നു അല്ലൻ യൻസുറഹുല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുകയില്ല എന്ന് നിങ്ങൾ കരുതാണ് അല്ലേ? നബീനെ സഹായിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ? ഈ ദീനിനെ അല്ലെ, ഇസ്ലാമിനെ സഹായിക്കുകയില്ല എന്നാണ് നിങ്ങൾ കരുതുന്നത് എന്നുണ്ടെങ്കിൽ എവിടെ സഹായിക്കുന്നില്ല എന്ന്? ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും വൽ ആഖിറ അല്ലെ, ഈ ഇഹലോകത്തും പരലോകത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സഹായിക്കുകയില്ല എന്നാണ് നിങ്ങൾ കരുതുന്നത് എന്നുണ്ടെങ്കിൽ ഫല്യംദുദ്, എന്നാൽ അവൻ നീട്ടിയിട്ട് കൊള്ളട്ടെ. എന്ത്? ബിസബബിൻ, ഒരു കയറ്. എന്താണ്? ബി സബബിൻ, ഒരു കയറ്, ഒരു ബന്ധം എന്നൊക്കെ പറയാം. എവിടത്തേക്ക് നീട്ടിയിട്ട് കൊള്ളട്ടെ? ഇലസമാ, ആകാശത്തിലേക്ക് നീട്ടിയിട്ട് കൊള്ളട്ടെ. എന്നിട്ടോ സുമ്മൽ യഖ്ത, എന്നിട്ട് അവൻ എന്ത് ചെയ്യട്ടെ? അത് മുറിച്ചു കളയട്ടെ. എങ്ങനെ മുറിച്ചു കളയട്ടെ? പണ്ഡിതന്മാര് പറയുന്നു, ആകാശത്തിലേക്ക് ഒരു കയറ് കെട്ടി അത് കഴുത്തിൽ ചുരുക്കി സുമ്മൽ യഖ്ത, അവൻ എന്ത് ചെയ്യട്ടെ? അത് മുറിച്ചു കളയട്ടെ. ഫല്യൻദുർ, എന്നിട്ട് അവൻ നോക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കുകയില്ല എന്നാണ് മുശ്രിക്കീങ്ങളെ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ നല്ലത് എന്താണ്? ആകാശത്തിൽ ഒരു കയറ് കെട്ടിയിട്ട് അതിൽ കുരുക്കിയിട്ട് സുമ്മൽ യഖ്ത, നിങ്ങൾ അങ്ങ് മുറിച്ചു കളഞ്ഞു. അതായത് നിങ്ങൾ എന്ത് ചെയ്തോ? ആത്മഹത്യ ചെയ്തോളി. അതതിനേക്കാൾ നല്ലത്. ആത്മഹത്യക്കുള്ള അനുവാദം തന്നതാണോ? അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും ഉറപ്പ് നൽകുന്ന ഒരായത്താണ്. മറ്റൊരു അഭിപ്രായം, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള സഹായം ഒരാൾക്ക് ലഭിക്കില്ല എന്ന് ഒരാൾ, ഏതാളും ആയിക്കോട്ടെ, അയാൾ കരുതുകയാണെങ്കിൽ എവിടെ? ഫിദ്ദുനിയ വൽ ആഖിറ, നമ്മൾ പറഞ്ഞല്ലോ, ഈ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുവിന്റെ ഒരു സഹായം ഉണ്ടാകുകയേ ഇല്ല എന്ന് യദുന്നു, ഒരാൾ കരുതുകയാണെങ്കിൽ അയാളോടും അള്ളാഹു പറയുന്നത് എന്താ? ആകാശത്തേക്ക് ഒരു കയറ് കെട്ടി അതിൽ കഴുത്ത് കുരുക്കി സുമ്മൽ യഖ്ത എന്ന്. അതായത് ജീവിതത്തിന്റെ എല്ലാ നിമിഷവും എന്ത് കാര്യത്തിലായിക്കോട്ടെ, നമ്മൾ എവിടെ ആയിക്കോട്ടെ, എന്ത് കാര്യം വന്നാലും നമ്മൾക്ക് ഉണ്ടാകണമെന്ന് എന്താണ്? അള്ളാഹുവിലുള്ള പ്രത്യാശ അല്ലെ, അള്ളാഹുവിലുള്ള പ്രതീക്ഷ, അത് നമുക്ക് ഉണ്ടാകണം. ഒരു ദരിദ്രനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഉണ്ടാകണം എന്താണ്? ധന്യത ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ. ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു പ്രതീക്ഷ എന്താണ്? അയാള് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി കടന്നു വരും എന്നുള്ളത്. ഒരു പരീക്ഷണം ലഭിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ചിന്തിക്കേണ്ട എന്താണ്? ഖൈറുകൾ ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറും. അങ്ങനെ ചിന്തിച്ചാലല്ലേ ഒരു മനുഷ്യന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ, അല്ലേ? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്ത് വലിയ പരീക്ഷണം ആയിക്കോട്ടെ, എന്ത് വലിയ ബുദ്ധിമുട്ടും ആയിക്കോട്ടെ, അള്ളാഹുവിന്റെ സഹായം എനിക്ക് ലഭിക്കൂല എന്ന് തോന്നിയാൽ പിന്നെ അവൻ എന്തിനാ കൊള്ളുക? പിന്നെ എല്ലാ പ്രതീക്ഷയും കഴിഞ്ഞില്ലേ? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പടച്ചോൻ അവന്റെ കൂടെ ഉണ്ട്. നമ്മളൊരു ചരിത്രം ധാരാളം കേൾക്കാറുണ്ട്, എന്നാൽ അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടതൊന്നും നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്ത് പോകുമ്പോ മുശ്രിക്കുകള്, അക്രമകാരികള് ഒന്ന് താഴേക്ക് നോക്കിയാൽ മതി, കണ്ടുപോകും അല്ലെ, കണ്ടാൽ ഇല്ലാതെ ആയി കളയും. ഇത്രയേ ഉള്ളൂ ചാൻസ് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അരാ ഹർഫിൻ ഒരറ്റത്തുള്ളത്. അവിടെയും ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മാത്രമാണെന്നാണോ നമ്മൾ കരുതുന്നത്? അത് ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നത് അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രം അറിയേണ്ടതായത് കൊണ്ടാണോ? അല്ല, മറിച്ച് മുസ്ലിമായി ജീവിക്കുന്ന ഓരോരുത്തരും വളരെ വ്യക്തമായി അറിയേണ്ടത്. നമ്മൾ ആകെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രേ ഉള്ളൂ, ഇന്ന് നമ്മൾക്കുള്ളതെല്ലാം അള്ളാഹു നൽകിയതാണ്. പടച്ചോ നൽകാത്ത ഒന്നും നമുക്കില്ല.
ഇന്ന് നമുക്കൊരു വാപ്പയുണ്ടെങ്കിൽ ആര് തന്നതാ? ആര് തന്നതാ? അള്ളാഹു തന്നതാണ്. ഇന്ന് ഉമ്മാന്ന് വിളിക്കാൻ ഒരു ഉമ്മയുണ്ടെങ്കിൽ ആ ഉമ്മയെ ആര് തന്നതാ? അള്ളാഹു തന്നതാണ്. ഇന്ന് മക്കൾ എന്ന് പറയുമ്പോ തിരിഞ്ഞു നോക്കാനും അന്വേഷിക്കാനും കുറച്ച് മക്കൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ആര് തന്നതാ? അള്ളാഹു തന്നതാണ്. ജീവിതത്തിൽ ഒരു ആവശ്യം വരുമ്പോ, കീശയിലേക്ക് കൈയിടുമ്പോ, ഫോണിലേക്ക് നോക്കുമ്പോ പൈസ ഉണ്ടാകണമെങ്കിൽ ആ പൈസ തരേണ്ടത് ആരാണ്? അള്ളാഹുവാണ്. നമ്മൾ ഈട്ടിരിക്കുന്ന വസ്ത്രവും, നമ്മൾ ഇന്ന് വളരെ മതിപ്പ് പറയുന്ന നമ്മുടെ ശരീരവും നമ്മുടെ ആരോഗ്യവും ഒക്കെ ആര് തന്നതാണ്? അള്ളാഹു തന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരും എന്ത് ചെയ്യാൻ പാടില്ല? ലാ തഖനതു മിർ റഹ്മത്തില്ലാ. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല? നമ്മള് അവന്റെ റഹ്മത്തിൽ നിന്ന് നിരാശരാകാൻ പാടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നൊരു കാര്യമുണ്ട്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തിൽ നിന്നും കാരുണ്യത്തിൽ നിന്നും പ്രതീക്ഷ കൈവിടുന്നവനേക്കാൾ വലിയൊരു അക്രമി വേറെ ആരുണ്ട്? യാക്കൂബ് നബി അലൈഹി ഇസ്ലാം തന്റെ മക്കൾക്ക് നൽകുന്ന ഒരു ഉപദേശത്തിൽ പറയുന്നുണ്ട്, ഇന്നഹു ലാ യയഅസു മിർ റഹ്മത്തില്ലാ ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിഷയത്തിൽ കാഫിരീങ്ങളല്ലാതെ എന്ത് ചെയ്യൂല? പ്രതീക്ഷ കൈവിടൂല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെ, നമ്മള് എപ്പോഴും ഇങ്ങനെ വിശ്വാസികൾ ഒരു കൂട്ടം, കാഫിരീങ്ങൾ ഒരു കൂട്ടം, ഈ കൂട്ടർ ഇത് അല്ലെ, ഖുർആന്റെ ആളുകൾ എന്ന് പറയുമ്പോ അവര്, നിസ്കരിക്കുന്നവരെന്ന് പറയുമ്പോ ഇവര്, അങ്ങനെ ഒന്നും നമ്മൾ എന്ത് ചെയ്യണ്ട. കുറെ ഫിൽട്ടർ ചെയ്ത് കുറച്ച് ആളുകളെ മനസ്സിൽ കാണണ്ട. നമ്മൾ ജീവിതത്തിൽ എന്ത് ലഭിച്ചു അല്ലെ, ഒന്നും വേണ്ട, വളരെ സിമ്പിൾ അല്ല. അള്ളാഹു പറഞ്ഞല്ലോ, ഖുൽ അറഅയ്തും ഇൻ അഖദല്ലാഹു സമഅകും വഅബ്സാറകും വഖതമ അലാ ഖുലൂബികും മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബി. നിങ്ങളുടെ കാഴ്ച ശക്തിയും നിങ്ങളുടെ കേൾവി ശക്തിയും അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങ് എടുത്തു കളഞ്ഞല്ലേ. നിങ്ങളുടെ ഹൃദയത്തിന് അള്ളാഹു ഒരു സീല് വെച്ചാൽ മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബി, വേറെ ഏത് ഇലാഹുണ്ട് നിങ്ങൾക്ക് അത് കൊണ്ടുതരാൻ എന്നുള്ള അള്ളാഹുവിന്റെ ചോദ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ കേൾക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ നമ്മളോട് പറയുന്നത്, ഇഹലോകത്തും പരലോകത്തും അള്ളാഹു സഹായിക്കുന്നതേ ഇല്ല എന്ന് വല്ലവനും വിചാരിക്കുന്നുവെങ്കിൽ അവൻ ആകാശത്തേക്ക് ഒരു കയറ് നീട്ടിക്കെട്ടി അതിനെന്ത് ചെയ്തു കൊള്ളട്ടെ? സുമ്മൽ യഖ്ത, വിച്ഛേദിച്ചു കൊള്ളട്ടെ. എന്നിട്ട് തന്നെ രോഷം കൊള്ളിക്കുന്ന കാര്യത്തെ തന്റെ തന്ത്രം കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയുമോ എന്ന് അവൻ നോക്കുകയും ചെയ്യട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വെല്ലുവിളിക്കുന്നു. അതിനുശേഷം അല്ലാഹു പറയുന്നു, വകദാലിക അൻസൽനാ. وكذلك أنزلناه آيات بينات وأن الله يهدي من يريد. وكذلك أنزلناه, അപ്രകാരം അൻസൽനാഹ്, ഇതിനെ നാം എന്ത് ചെയ്തിരിക്കുന്നു? ഇറക്കിയിരിക്കുന്നു. ആയാതിൻ ബയ്യിനാത്ത്, അപ്രകാരം വ്യക്തമായ ദൃഷ്ടാന്തങ്ങളായിക്കൊണ്ട് നാം ഇതിനെ എന്ത് ചെയ്തിരിക്കുന്നു? അവതരിപ്പിച്ചിരിക്കുന്നു. ഏതിനെ? ഈ ഖുർആനിനെ. വഅന്നല്ലാഹ, അല്ലാഹു ആണെന്നതിനാലും എന്ത്? യഹ്ദി, മാർഗദർശനം നൽകുന്നു. ആർക്ക്? മയ്യുരീദ്, അവൻ ഉദ്ദേശിക്കുന്നവരെ. അതായത് അപ്രകാരം വ്യക്തമായ ദൃഷ്ടാന്തങ്ങളായിക്കൊണ്ട് ഈ ഗ്രന്ഥത്തെ, ഈ ഖുർആനിനെ അള്ളാഹു എന്ത് ചെയ്തിരിക്കുന്നു? അവതരിപ്പിച്ചിരിക്കുന്നു അല്ലെ. അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലേക്ക് നയിക്കുന്നു എന്ന് അള്ളാഹു പറയുമ്പോ നമ്മളെ സന്മാർഗത്തിന് നിലനിർത്തേണ്ടത് ആരാണ്? അത് അള്ളാഹു ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടുണ്ടാവും. എന്താണ്? അള്ളാഹുവിനെ പറ്റി ആലോചിക്കാത്ത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയമനിർദ്ദേശങ്ങൾ ആലോചിക്കാത്ത. പിന്നെ ഈ സന്മാർഗത്തിലേക്ക് എത്തിയത്
ചില കാരണങ്ങൾ കൊണ്ടാണ് അല്ലെ. ആ കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയത് ആരാണ്? അത് അള്ളാഹുവാണ്, അത് പടച്ചോനാണ്. ഇന്ന് നമ്മൾ കുറെ ലാഘവത്തോടെ പറയാറുണ്ടല്ലോ, എന്റെ ജീവിതത്തിൽ ഞാൻ അന്ന് ആ ഒരു ഫോൺ കോൾ ചെയ്തപ്പോ എന്റെ ആകെ മാറിയില്ലേ. നമ്മളെ കച്ചവടം ക്ലിക്കായതിനെ പറ്റി, നമ്മൾ വലിയ സമ്പന്നനായതൊക്കെ പറയുന്ന ആളുകൾ പറയല്ലേ, ഞാൻ അന്ന് ആ ഒരു ഫ്ലൈറ്റ് കയറിപ്പോയി, ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ അന്ന് ഒരാളെ കണ്ട് സംസാരിച്ചു, അതുകൊണ്ട് എനിക്കത് കിട്ടി. ഞാൻ ഇങ്ങനെയുള്ള ഒരു ഇതിലേക്ക് പോയപ്പോ, അന്ന് അവരെ കണ്ടപ്പോ, അന്ന് അവർ വിളിച്ചപ്പോ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഇതൊക്കെ ഇതിലേക്കൊക്കെ നമ്മൾ എത്തിക്കുന്നത് ആരാണ്? അള്ളാഹു. എന്നിട്ട് അള്ളാഹിനെ നമ്മൾ മറക്കുക. എന്നിട്ട് ആ അള്ളാഹുവിനെയാണ് എന്ത് ചെയ്യുന്നത്? ജീവിതത്തിന്റെ പല നിമിഷങ്ങളിലും നമ്മൾ മറക്കുന്നത്. ഇതെല്ലാം നമുക്ക് നൽകിയല്ലേ. നമ്മൾ ഇന്ന് ഖുർആൻ ക്ലാസ്സിൽ വരുന്നതിനും ഖുർആൻ പഠിക്കുന്നതിനൊക്കെ നമ്മൾ പറയുന്ന കാര്യമാണിത്, തിരക്ക്. തിരക്ക് നമ്മൾ പറയാറില്ലേ? പറയാറുണ്ട്. ഈ തിരക്ക് തന്നതാരാ? തിരക്ക് നൽകുന്നതാരാ? അള്ളാഹുവാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾ ഇന്ന് ഖുർആൻ ക്ലാസ്സിലേക്ക് വരുമ്പോ പൊതുവേ ഇല്ലാത്ത കുറെ ഫോൺ കോളുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. പൊതുവേ ഇല്ലാത്ത കുറെ ആവശ്യങ്ങൾ ഇങ്ങനെ കുത്തിക്കേറി വരും. അതും നൽകുന്നത് പടച്ചോൻ തന്നെയാണ്. എന്തിന്? ഏതിലേക്കാണ് അവന്റെ പോക്ക് എന്ന് തെരഞ്ഞെടുക്കാനുള്ള ഒരു പരീക്ഷണമാണ് അള്ളാഹു നൽകുന്നത്. വളരെ സിമ്പിളാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കാര്യങ്ങളൊക്കെ അവനെ ചിന്തിച്ചാൽ സിമ്പിളാണ്. തിരക്കുകൾ കൊണ്ട് നമ്മളിങ്ങനെ മൂടും പടച്ചോനെ. പക്ഷെ നമ്മൾക്ക് മനസ്സിലാവില്ല എന്ത്? പടച്ചോനാണ് നമ്മൾ ഈ തിരക്കൊണ്ട് മൂടുന്നത് അല്ലെ. ചില ആളുകൾ പറയുന്ന വിഷമം എന്താണ്? ഒരു തിരക്കുമില്ല, വെറുതെ ഇരിക്കുകയാണ്, മടുപ്പ് വരുന്നു. അത് ആരിൽ നിന്നാണ്? അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അപ്പൊ ഒന്നും ഇല്ലാണ്ടായാലും അവൻ വരുമോ? വരുന്ന ആൾ എന്തുണ്ടെങ്കിലും വരും അല്ലെ. വരുന്ന ആളെന്നല്ല, അള്ളാഹുവിങ്കിലേക്ക് അടുക്കണമെന്ന ആഗ്രഹമുള്ള, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കടന്നു പോകണമെന്ന ആഗ്രഹമുള്ള എല്ലാരും എന്ത് ചെയ്യും? കടന്നു പോകും. അല്ലാത്ത ആളോ, താല്പര്യമില്ലാത്ത ആളോ, ഓൻ എന്ത് വന്നാലും എന്ത് ചെയ്യൂല, പോകുകയേ ഇല്ല എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? തിരിച്ചറിയേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രവേശിപ്പിക്കും. അള്ളാഹുവിൽ പൂർണ്ണമായി നമ്മൾ വിശ്വസിച്ചാൽ ചെയ്യുന്ന അമലുകൾ സാലിഹായ അല്ലെ, അള്ളാഹുവിന് വേണ്ടി മാത്രമായി ചെയ്യുന്ന അവസ്ഥയിലേക്ക്, രൂപത്തിലേക്ക് നമ്മുടെ അമലുകൾ മാറിയാൽ അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ അടുത്തല്ലേ. അതിലേറ്റവും നമുക്കുള്ള അവസരം ഈ ഖുർആൻ തന്നെയാണ്. ഖുർആൻ പോലെ നമുക്ക് നന്മകൾ മാറിക്കൂട്ടാനുള്ള ഒരു അവസരം മറ്റെന്തിലുള്ളത്? നമ്മൾ പള്ളി പോകുമ്പോൾ സൈഡിൽ കുറെ ഖുർആൻ കാണും. നമ്മൾ ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഖുർആനിന്റെ ആപ്പ് ഇങ്ങനെ മുന്നിൽ വന്നുകൊണ്ടേ നിൽക്കും. നമ്മളെ സൈഡിലുള്ള കുറെ കുട്ടികൾ ഖുർആൻ ഓതുന്നുണ്ട്, ആരൊക്കെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഖുർആൻ ഓതണമെന്നുണ്ടോ? ഇല്ല. അത് നമ്മളെ തന്നെ നോക്കിയാൽ മതി. ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഖുർആൻ ഓതണമെന്നുണ്ടോ? ഇല്ല. ഖുർആൻ ഓതണമെങ്കിൽ നമ്മൾ തീരുമാനിക്കണം അല്ലെ. അതിനുവേണ്ടി നമ്മൾ ഖുർആൻ തുറക്കണം, എന്നിട്ട് നമ്മൾ അതിനു വേണ്ടി മെനക്കെടണം. അങ്ങനെയാണെങ്കിൽ അല്ലെ, ഒരു ഹർഫിന് എന്ത് ചെയ്യും? 10 നന്മ കിട്ടും. ഒരു ഹർഫിന് 10 നന്മ. നമ്മളെപ്പോഴെങ്കിലും കൂട്ടി നോക്കിയിട്ടുണ്ടോ? നമ്മളൊരു 2 പേജ് ഓതിട്ട് എത്ര ഹർഫുണ്ടെന്ന് എണ്ണി വെക്കലുണ്ടോ? ഇല്ല. നമ്മളാരും എണ്ണി വെക്കലില്ല. നമുക്ക് ലഭിക്കുന്ന നന്മകളുടെ എണ്ണം എത്രയായിരിക്കും? അത് യഥാർത്ഥ രൂപത്തിൽ ചിന്തിച്ചാൽ ആ ഖുർആനിൽ നമ്മൾ ഇറങ്ങൂല. അതുകൊണ്ടാണ് മുൻകഴിഞ്ഞു പോയ ആളുകള് 3 ദിവസവും 1 ദിവസവും 1 രാത്രി കൊണ്ടൊക്കെ ഖുർആനിനെ പൂർണ്ണമായി ഓതി പൂർത്തീകരിക്കാൻ അവർക്ക് കഴിഞ്ഞത്. അവരാ നന്മ ആഗ്രഹിച്ചു, അവരാ നന്മക്ക് വേണ്ടി പണിയെടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാർഗത്തിൽ പണിയെടുക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഒരു തജ്വീദ് നിയമം കൂടി നമുക്ക് പറഞ്ഞിട്ട് നമ്മുടെ ക്ലാസ് എന്ത് ചെയ്യാം? ഇൻഷാ അല്ലാഹ് വൈൻഡപ്പ് ചെയ്യാം. ഏതൊക്കെ നിയമങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞത്? അറബിയിൽ എത്ര അക്ഷരങ്ങളാണ്? കഴിഞ്ഞിട്ടോ. ഇനി തജ്വീദിന് കുറെ ഒന്നും ഉണ്ടാവില്ല പറയാൻ. 28 അക്ഷരങ്ങളാണ്. അതിൽ ആദ്യം പഠിച്ച നിയമം ഏതാ? പറ മനുഷ്യന്മാരെ. ഇൽഹാറിന് എത്ര അക്ഷരങ്ങളാ? നീ പറയണ്ട, ഇവര് പറയട്ടെ. 6 പിന്നെയോ രണ്ടാമത് പഠിച്ച നിയമം ഏതാ? ഇക്താറല്ലാരാണ്? ഇഖ്ലാബ് അല്ലെ, ബായിന്റെ നിയമം 1. പിന്നെ ഏത് നിയമം നമ്മള് പഠിച്ചത്? ഇത് നീ പറയണ്ടേ, ഇവര് വല്ലും പറ്റിക്കന്നെ. ഏതാണ്? ഇദ്ഗാമിന് എത്ര അക്ഷരങ്ങളാണ്?
6. ഏതൊക്കെയാണ് അക്ഷരങ്ങൾ? ആകാശത്തേക്കൊക്കെ കിട്ടൂല. യർമുലൂന അല്ല, യർമലൂന അല്ലെ. യർമലൂന എത്ര അക്ഷരം ഉണ്ട്? 6. പിന്നെ ഏത് നിയമം നമ്മൾ പറഞ്ഞത്? ഒന്നും പറഞ്ഞിട്ടില്ല. പിലാവിനെ ഒക്കെ കൂട്ടിയിട്ടല്ലേ യർമലൂന. അതിന് വേറെ അക്ഷരങ്ങളുണ്ടോ? കഴിഞ്ഞ ആഴ്ച അല്ലേ മനുഷ്യന്മാരെ ഞാൻ പഠിപ്പിച്ചത്. അതൊക്കെ ഓക്കെ. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ എത്രയായി? ബാക്കി എത്ര ഉള്ളത്? 28 6 പോയാൽ 22. 1 പോയാൽ 21 6 പോയാൽ എത്ര? 15 16 15. ഓക്കെ. നിങ്ങൾ വിചാരിക്കും കുറെ നിയമം ഉണ്ട്. കുറെ നിയമമൊന്നുമില്ല. ഇനി ഒരു നിയമം കൂടി എന്ത് ചെയ്യാനുള്ളൂ? നമുക്ക് പറയാനുള്ളൂ. ആ നിയമത്തിന്റെ പേരാണ് എന്ത്? ഇവിടെ കുറെ ആളുകൾ പറഞ്ഞു, ഇഖ്ഫ. ബാക്കിയുള്ള 15 അക്ഷരങ്ങളുടെ ആരുടേതാണ്? ഇഖ്ഫയിൻ്റെതാണ്. അപ്പൊ തജ്വീദ് നമ്മൾ പഠിച്ചു തീർത്തില്ലേ? തീർന്ന് ഇല്ല. എന്നാൽ ഓരോ അക്ഷരങ്ങളുടേതും അല്ലെ അവരവരുടെ ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്തു? കൃത്യമായി വീതിച്ച്, സ്വത്ത് വീതിച്ചില്ലേ? 28 അക്ഷരത്തിന് ഓരോരാൾക്ക് വീതിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇൽഹാറിന് 6 കൊടുത്തു, ഇഖ്ലാബിന് 1 കൊടുത്തു, ഇദ്ഗാമിന് 6 കൊടുത്തു. പിന്നെ കൂട്ടത്തിൽ ഏറ്റവും പെരുസുള്ള ഇഖ്ഫായിന് എത്ര എഴുതി കൊടുത്തത്? 15 അക്ഷരങ്ങൾ എഴുതി കൊടുത്തു. ഈ 15 അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് എന്ത് ചെയ്യണ്ട? നിങ്ങൾ പഠിക്കണ്ട. മറിച്ച് എന്ത് പഠിച്ചാൽ മതി? ഈ പറയുന്ന ഈ എത്ര 6 6 13 പഠിച്ചാൽ മതി. ഇതല്ലാത്ത ബാക്കിയൊക്കെ ഏതിന്റെ അക്ഷരാണ്? ഇഖ്ഫായിന്റെ അക്ഷരാണ്. അപ്പൊ ഒരു കാര്യം കൂടി ചോദിക്കാം, ഒരു 3 മിനിറ്റ് കൂടി ഉണ്ടല്ലോ. ഇൽഹാറിന്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഒരാൾക്ക് ഓരോ അഭിപ്രായം തോന്നുന്നു. മീറ്റിംഗ് കൂടിയിട്ടാ പറയേണ്ടത്. അങ്ങനെ ആയാലും സാരില്ല. വേണ്ട, നീ പറയണ്ട. നീ പറയണ്ട. ഹംസ, ഹ, പിന്നെ ഐന്, ഒയിനാരാണ്? ഐന് ഗൈന്, ഒയിന് അല്ലേ? ഗൈൻ. അപ്പൊ എത്രയായി? 6 ആയില്ലേ? 6. പിന്നെ ഒന്നാരാ? ഇഖ്ലാബിന്റെ ആരാണ്? ബ. പിന്നെ ഇദ്ഗാമിന്റെ ആരാണ്? യാ, റാ, മീമ്, ലാമ്, വാവ്, നൂന്. 6 അക്ഷരങ്ങൾ. ഈ പറഞ്ഞതല്ലാത്ത ബാക്കി എല്ലാ അക്ഷരങ്ങളും ആരുടേതാണ്? ഇഖ്ഫായിൻ്റെതാണ്. ഈ നിയമം പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു, ഈ നിയമങ്ങളൊക്കെ പറഞ്ഞ നമ്മൾ പറഞ്ഞു ഇതെന്തിന്റെ നിയമങ്ങളാണ്? സാക്കിനായ നൂന് അല്ലെങ്കിൽ ഇതെന്താ സാധനം? തൻവീന്. സാക്കിനായ നൂനിനോ തൻവീനോ ശേഷം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നാൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സൂക്ഷിക്കണം എന്ന് എന്ത് ചെയ്തിരുന്നു? നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തിരുന്നു? നമ്മൾ പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് ഇനി മുതൽ നമ്മൾ ഓതുന്ന, പാരായണം ചെയ്യുന്ന ഭാഗങ്ങളിൽ എന്ത് ചെയ്യും? ഈ രൂപത്തിലുള്ള അക്ഷരങ്ങൾ, ഈ നിയമം കടന്നു വരും. ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഉദാഹരണം പറയാം, നമുക്ക് മനസ്സിലാകണ്ടേ. രണ്ടാമത് ഇന്ന് നമ്മൾ പഠിച്ച 2ാമത്തെ ആയത്ത്, അതിന്റെ തുടക്കം എല്ലാവരും ഒന്ന് നോക്കി നോക്കുക. ഇവിടെ ഉള്ളവർക്ക് ഇത് നോക്കാം. മാ കാന അല്ലെ? ഈ കാഫ്, ഖാഫുണ്ട്, കാഫുണ്ട് അല്ലെ? കാഫല്ല വന്നത്. ഈ കാഫ് ഈ പറഞ്ഞ ഏതിലെങ്കിലും ഒന്നിലുണ്ടോ? ഇൽഹാറിലോ ഇഖ്ലാബിലോ ഇദ്ഗാമിലോ ഉണ്ടോ? ഇല്ലല്ലോ. ഉറപ്പല്ലേ? അപ്പൊ ആരുടേതാണ് അത്? ഇഖ്ഫായിൻ്റെതാണ്. സാക്കിനായ നൂനിനോ തൻവീനോ ശേഷം ഇഖ്ഫായിന്റെ അക്ഷരമായ കാഫ് വന്നാൽ അവിടെ നമ്മൾ ചെയ്യേണ്ടത് അവ്യക്തമാക്കിക്കൊണ്ട് പാരായണം ചെയ്യണം. എങ്ങനെ? നമ്മള് മൻ ഖാന എന്ന് ഓതാൻ പാടില്ല. മൻ ഖാന എന്ന് ഓതാൻ പാടില്ല. മറിച്ചോ മാ ഖാന. എങ്ങനെ ഓതണം? മാ ഖാന. ശരിയല്ലേ? നോക്കി നോക്കിയാലോ. മാ ഖാന യദുന്നു അല്ലൻ യൻസുറഹുല്ലാഹ്. കാന അല്ല കേട്ടോ, കാന. ഒരു ചെരിവ്. കേ പറയട്ടെ. കേ, 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 കി, കു, ക്,
മൻ കാന യദുന്നു അൻ ലൻ യൻസുറഹുല്ലാഹ്. ഞാൻ ഒരു ഡൗട്ട് ചോദിക്കാം, ഇതിലെ അൻ ലൻ യൻസുറ അവിടെ എന്തൊക്കെ നിയമങ്ങളാ വന്നത്? അൻലൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സാക്കിനായ നൂനോ എന്നാണ് നിയമമുണ്ട്. ഒന്നാമത്തെ നിയമം എന്താ? അൻലൻ സാക്കിനായ നൂനിന് ശേഷം ലാമ് വന്നു. ലാം ആരുടെ അക്ഷരാണ്? ഇദ്ഗാമിന്റെ അക്ഷരാണ്. ഇദ്ഗാമിൽ രണ്ട് വിഭാഗം ഉണ്ട്, ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ബിലാന. മറന്നുപോയ ആൾക്കാർ റെക്കോർഡ് ക്ലാസ് ഉണ്ട്, കേട്ടിട്ട് വരിക. ഇദ്ഗാം ബിലാഗുന്നയുടെ അക്ഷരാണ് ലാം അല്ലേ? അപ്പോ അൻലൻ എന്നുള്ള അവിടെ എന്താ നിയമം? ഇദ്ഗാം ബിലാഗുന്ന. പിന്നെയോ ലൻ യൻസുർ ല്ലേ, സാക്കിനായ നൂനിന് ശേഷം പിന്നെ അക്ഷരം വന്നത് സാദാ ലൻ യൻ. ഇതേത് അക്ഷരം? യാ. ആരുടെ അക്ഷരാണ്? ഇദ്ഗാമുൻ ബിഗുന്നയാണോ ബിലാഗുന്നയാണോ? ബിഗുന്ന. ഉന്നന്റെ വെറും ഉന്നല്ല, ബിഗുന്നയുടേതാണ്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ കൂട്ടിച്ചേർത്ത് മണിക്കണം. എങ്ങനെ? ആദ്യം നമ്മള് വ്യക്തമാക്കിയല്ലേ, മണിക്കാതെ ഓതി അല്ലൻ. പിന്നെ വീണ്ടും അവിടെ വരികയാണ്. നിയമം പഠിപ്പിച്ചിട്ടേ പോകുന്നുള്ളൂ. പിന്നെ ഒരു സാക്കിനായ നൂൻ അവിടെ ഉണ്ട്. അതിനുശേഷം ഏതക്ഷരം വന്നത്? സ്വാദ്. ആരുടെ അക്ഷരാണ്? ഇൽഹാറിലില്ല, ഖലാബിലില്ല, ഇദ്ഗാമിലില്ല, ഇഖ്ഫായിന്റേതാണ്. അപ്പൊ എന്ത് ചെയ്യണം? അവ്യക്തമാക്കിയിട്ട് പാരായണം ചെയ്യണം. എങ്ങനെ? അല്ലൻ യൻസുറഹുല്ലാഹ്, അല്ലൻ യൻസുറഹുല്ലാഹ്. അത്രയും കാര്യങ്ങളാണ് തജ്വീദിന്റെ വിഷയത്തിൽ പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ഇരുത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ നിലയിൽ നമ്മൾ ഇന്ന് സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും വളരെ അൽഹംദുലില്ലാഹ് നല്ല രൂപത്തിൽ തന്നെ വരുന്നുണ്ട്. എന്നാലും ആരെങ്കിലൊക്കെ വരാൻ ബാക്കി, ആരെങ്കിലൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മുടെ പരിചയത്തിലുള്ളവരെന്ത് ചെയ്യുക, ഇതിലേക്ക് കൊണ്ടുവരാൻ. എന്തിനാണ് നമ്മുടെ ഉദ്ദേശം ഉണ്ടാകേണ്ടത്? ഖുർആൻ പഠിക്കുക, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അതിന്റെ പേരിൽ അള്ളാഹുവിൽ സ്വീകാര്യമാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.